മരുമകൾ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ അമ്മായിമ്മയുടെ വായിന്ന് വരാവൂ. മരുമകൾ പറയുന്ന വാക്ക് അമ്മായിയമ്മ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ മരുമകളുടെ വായിന്ന് വരാവൂ. ലാവണ്യ വാക്കായിരിക്കണം. ആട്ടെ, ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞുള്ളൂ. നമ്മൾ പ്രസന്ന മദനരായിരിക്കണം. പ്രസാദം മദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോ. തക്ക സമയത്ത് പറയുന്ന വാക്ക് ഉറക്കെ പറ. വെള്ളിത്താലത്തിൽ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം, ഈ രാഷ്ട്രീയ കോളുകളൊക്കെ വല്ല ഇങ്ങനെ നടക്കും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റ് ആൾക്കാരും ഒക്കെ ഇങ്ങനെ കോളിലൊക്കെ നടക്കാം. അന്നേരം എല്ലാവരും ഇങ്ങനെ ലാസ്റ്റ് വാക്ക് കേൾക്കാതിരിക്കുന്ന EMS എന്തോ പറഞ്ഞു. ഇവിടെ കിടന്ന് ഇങ്ങനെ തെരുവിലും അവിടെ എല്ലാം ബഹളവും ഒച്ചപ്പാടും ബഹളവും കൊട്ടിപ്പിടിക്കൊക്കെ. പുള്ളി എന്തുവാ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടിരിക്കുക. അതുപോലെ ഉണ്ടായിരുന്ന കോൺഗ്രസിലെ പനമ്പള്ളി എന്തോ പറഞ്ഞു. ലാസ്റ്റ് പറയും പനമ്പള്ളി എന്തോ പറഞ്ഞു. അത് കേൾക്കാൻ ഇങ്ങനെ ആൾക്കാരിരിക്കുക. അപ്പൊ ഈ ലാവണ്യ വാക്ക്, നല്ല വാക്കുകൾ, ഘനമുള്ളത്. സ്തോത്രം. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. പൗലോസ് 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഇവരുടെ മുഖം ഒന്ന് കാണണം. 2, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം, തീർത്തു തരണം. ഇതിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പൗലോസിന്റെ മിഷനറി യാത്രയിൽ ഉടലെടുത്ത ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസിന്റെ മിഷനറി യാത്രയിൽ ധാരാളം സഭകൾ, കൂട്ടങ്ങൾ അവിടെവിടങ്ങളിൽ ഉടലെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. തന്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ ഇവിടെ തെസ്സലോനിക്കയിൽ വന്നു. വായിച്ചേ. തെസ്സലോനിക്കയിൽ പൗലോസും പ്രിയപ്പെട്ടവരും എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി. പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ എഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ, ഈ യേശു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു, അതിനെ ഈ യേശു, വേറെ യേശു ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി തന്നെ ഉണ്ടല്ലോ ബർയേശു. ഇപ്പോഴും വേറെ യേശു ഒത്തിരി ഉണ്ടല്ലോ. അതാ പൗലോസ് പറഞ്ഞ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവിൽ ചിലര്, ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന കുറെ പേര്, ചിലര് യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, ഇവരിൽ കുറച്ചു പേരും യവനന്മാരിൽ വലിയ കൂട്ടവും, പിന്നെ അന്യ സ്ത്രീകളിൽ അനേകരും. അങ്ങനെയാണ് ഈ തെസ്സലോനിക്കയിൽ ഒരു കൂട്ടം ആരംഭിക്കുന്നത്. പൗലോസ് അവിടെ കപ്പലോനിക്കയിലൊക്കെ ചെന്ന് അംബിപോലിസോട് സഞ്ചരിച്ച് തെസ്സലോനിക്കയിലെത്തി. യഹൂദന്മാരുടെ പള്ളി കണ്ടു. അവിടെ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, വചനം തെളിയിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കുറച്ചു പേരും പക്വതയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, മാന്യ സ്ത്രീകളിൽ അനേകരും യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ പ്രസംഗിച്ച പൗലോസിനോടും ശേഷമുള്ളവരോടും ചേർന്നു. അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരു കൂടിവരവ് ആരംഭിച്ചു. ഇതാണ് ഇതിന്റെ ആരംഭം. വിവരിക്കുന്നില്ല അധികം. ഭക്തിയുള്ളവർ സഭയ്ക്കകത്ത് വരണം. അങ്ങനെ എഴുതിയേക്കുന്ന ഭക്തിയുള്ള യവനന്മാരെന്ന ഭക്തിയുള്ളവര്. ഇത് ദൈവസന്നിധി വന്ന ഭക്തിയില്ലാതെ പലരും ഇരിക്കും. ആ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ കത്തോലിക്കരെയാ. വളരെ ഭക്തിയാ. ആ പള്ളി ചെന്നാൽ പള്ളി കോമ്പൗണ്ട് കയറിയാൽ പള്ളിക്കകത്ത് കയറി എന്ത് ഭയഭക്തിയോടാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ ആൾക്കാരോ ആ ഭക്തിയില്ല, ഗുസ്തിയുണ്ട്. കുടുംബം ഗുസ്തിയാ. ആരാധനയ്ക്ക് വന്നിരുന്നാലും ഭക്തിയില്ലല്ലോ ചിലർക്ക്. വാഴത്തണ്ട രാമൻകാക്ക ഇരിക്കുമ്പോഴാ നിങ്ങൾ കണ്ടില്ലേ, രാമൻകാക്ക വാഴത്തണ്ട ഇരിക്കുന്നേ, ആരാധനയ്ക്ക് വന്നിരിക്കുക. സഹോദരിമാര് ചിലര് തലേന്ന് മൂടുപടം പോയാൽ പോലും അറിയല. ഇവിടെ എല്ലാം വളരെ നീറ്റായിട്ടിരിക്കുന്നു.
പക്വതയില്ലാതിരിക്കും. പിള്ളേരെ പക്വതയോടിരുത്തണം, ഭക്തിയോടിരുത്തണം, ഭക്തിയോടെ വളരണം. ഭക്തി ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. സാറ് പണ്ട് പാടി, ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ചെപ്പട്ടി കളി നടത്തും സഭ്യരല്ല കലന്മാര്, ചെപ്പട്ടി കളി നടത്തും സഭ്യരല്ല കലന്മാര്, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അക്രമമാജയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ, അക്രമമാജയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ, ചെപ്പട്ടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ഗണ്ഡജന്മാരെ സേവിച്ചിണ്ടലന്നെ വസിക്കാമെന്ന്, ഗണ്ഡജന്മാരെ സേവിച്ചിണ്ടലന്നെ വസിക്കാമെന്നുള്ളുകൊണ്ടു നിനയ്ക്കുന്ന കള്ളരെ പിടിച്ചിവിടെ, ഉള്ളുകൊണ്ടു നിനയ്ക്കുന്ന കള്ളരെ പിടിച്ചിവിടെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ശ്രദ്ധിക്കുക, ദൈവമക്കൾ ഭക്തിയോടെ ജീവിക്കണം. സഭയ്ക്കകത്ത് ഭക്തിയുള്ളവർ വരണം. ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലർ കണ്ടിട്ടില്ല, എന്നാൽ ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാ. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ദീപാരാധനയുടെ സമയത്ത് നട തുറക്കുമ്പോൾ എന്ത് ഭക്തിയോടാ നിൽക്കുന്നറിയാവോ? അതെ, തന്നെയല്ല, അവരെ ബഹുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ, ഒന്ന്, അവർ കുളിച്ചേച്ചേ ക്ഷേത്രത്തിൽ പോകൂ. ക്രിസ്ത്യാനികളിൽ ഒരു 90% കുളിക്കാതാ പള്ളി വരുന്നത്. രാവിലെ 5:30 യോഗത്തിന് വരിക, കുളിക്കാതാ ചിലത്. റോഡിൽ കൂടെ എങ്ങനെ നെടുക നടക്കുക, കിടന്ന കിടപ്പി ഒരു ഇച്ചിരി വെള്ളം എടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പോവുക. സുഖമില്ലാത്തവർ കാണും, അവർക്ക് ചിലപ്പോൾ രാവിലെ കുളിച്ചാൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതുപോലെ തത്തുല്യമായ പ്രയാസമുള്ളവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. 2-3 ദിവസം കുളിക്കാത്തവരുണ്ട്. പിന്നെ കുന്തമെടുത്ത് അടിച്ച് ഒന്നടിച്ച്. ആ കാര്യത്തിൽ ഹൈന്ദവ സ്നേഹിതന്മാരെ വളരെ ബഹുമാനിക്കണം. അവർ രാവിലെ കുളിച്ച് 90 എന്ന വല്യമ്മയാണെങ്കിലും കുളിച്ചേച്ച് അമ്പലത്തിൽ പോകും. നമ്മുടെ വല്യമ്മമാരൊക്കെ ആഴ്ചയിൽ ഒന്നാ, എല്ലാവരുടെയും കാര്യമല്ല. കുളിക്കാതെ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. ഉണ്ട്, നമുക്ക് വാക്കുമുണ്ട്, പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ എല്ലാത്തിനും ബാക്കിയുണ്ടല്ലോ. അതുപോലെ ചില ഹൈന്ദവ പ്രിയപ്പെട്ടവര്, അമ്മമാര്, സഹോദരിമാര്, നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, വിശേഷിച്ച് കുട്ടനാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ബാത്റൂമൊക്കെ, പണ്ടൊക്കെ ആറ്റിലാണ് കുളിക്കുന്നത്. നായർ സ്ത്രീകളും ബ്രാഹ്മണ സ്ത്രീകളുമൊക്കെ ആറിനോട് ബന്ധപ്പെട്ട വീട് ആറ്റുതൊട്ടല്. അപ്പം അവര് അതിരാവിലെ കുളിച്ചതിന് ശേഷമേ സ്ത്രീകൾ അടുക്കളയിൽ കയറൂ. അങ്ങനെ കുളിച്ച് ശുചിത്വം പാലിച്ചതിന് ശേഷമേ അടുക്കളയിൽ കയറൂ. എന്നാൽ ക്രിസ്ത്യാനികൾ നേരെ തല തിരിച്ച, കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കള കയറുകയല്ല. ഭർത്താവ് പറഞ്ഞു, മോളി ഇച്ചിരി കാപ്പി, പിന്നെ കൂപ്പ്, ഞാൻ കുളിച്ചതേ ഉള്ളൂ, ഇനി അടുക്കള കയറുന്ന.
കാരണം വല്ലപ്പോഴും കുളിക്കുന്നേ. അവര് കുളിച്ചാച്ചി അടുക്കളയിൽ കയറൂ, നമ്മുടെ ആൾക്കാർ കുളിച്ചാ പിന്നെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. നോട്ടം വരുമ്പോൾ എനിക്ക് മനസ്സിലാകും കുളിക്കാതെ വന്നേക്കുന്നത്. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ കാരുണ്യം ദർശനത്തിലും ശുചിത്വം അത്യാവശ്യമാണ്. അപ്പൊ അവര് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ വിശ്വാസവും ഉപദേശമല്ല ഇപ്പോഴത്തെ വിഷയം, ആ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്. വളരെ ശുചിത്വമായിട്ട് ക്ഷേത്ര ദർശനം നടത്തും. എൻ്റെ വല്യമ്മച്ചി ഈ അടുത്ത സമയത്ത് ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നത്, പുള്ളിക്കാർ 95 വയസ്സുള്ളപ്പോഴും 90 വയസ്സുള്ളപ്പോഴും കുളിച്ചേച്ചേ പോവുള്ളൂ. രാവിലെ ഇപ്പോഴും കുളിക്കും, രാവിലെ പച്ചവെള്ളത്തിൽ. ഇപ്പം 105 ഏനെ എല്ലാവരും അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നേ. കുളിക്കണം. പിന്നെ ശുചിത്വം അത്യാവശ്യമാണ്, ഭക്തി. അപ്പൊ അവര് ക്ഷേത്രത്തിൽ ചെന്ന് വളരെ ആ ക്ഷേത്ര നട തുറക്കുമ്പം വളരെ ഭക്തിയോടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, മലയ്ക്ക് പോകുന്ന ആ സഹോദരന്മാർ, അവരെ സ്വാമിമാരെന്നാണ് പറയുന്നത്. ആ കെട്ടുമുറുക്കുന്ന അന്നേരം മുതൽ അങ്ങ് 18ാം പടി കയറി അവിടെ ചെന്ന് ആ ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ശരണം വിളിച്ചോണ്ടാ പോകുന്നത്. വണ്ടിയൊക്കെ കയറുമ്പോഴും ശരണമാ. നീ ഇന്ന് വരെ ഉറക്കം ഒരു സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? നീ വണ്ടിയെ കയറുമ്പോൾ പറയണ്ട, വഴി നടക്കുമ്പോൾ നീ ഹോളി വന്നിട്ട് ഒരു സ്തോത്രം ഉറക്കെ പറയുന്നുണ്ട്. നിന്നെ കട്ടിക്കിടിച്ച ഒരെണ്ണം പറയുകയല്ലോ. പിന്നെ വല്ലപ്പോഴും മൂർഖം പാമ്പ് ചീറ്റുന്നത് പോലെ 3 സ്തോത്രം. അവരെ കണ്ടുപടി. അവര് KSRTC ബസ്സിൽ കയറിയാലും ആ ശരണം വിളിക്കും. നമ്മളിപ്പോൾ വിശ്വാസമല്ല ഈ പറയുന്നത്. നമ്മുടെ ആൾക്കാർക്ക് നാണക്കേടാ പലർക്കും. എന്നാ ചിലര് ഉറക്കം അല്ലേരിയായി സ്തോത്രം പറയും. ഇപ്പൊ അങ്ങനെ പറയത്തില്ല. ഇപ്പൊ 2 വിശ്വാസികൾ തമ്മില. എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നേക്കുക. അവിടെ അല്ലേ മുഴുവൻ മുദ്ര. കല്യാലിയ പറയത്തില്ലല്ലോ, നാണക്കേടാ. നമ്മുടെ കുമ്പനാട്ടൊരു അച്ചായനുണ്ടായിരുന്ന സൈക്കിളെ വരുന്നേ ഉണ്ടോ അദ്ദേഹം? ഇപ്പൊ എവിടെ സൈക്കിളെ വരും. അച്ഛൻ്റെ നമ്മുടെ പേര് ഞാനങ്ങ് മറന്നു. പുള്ളി ഒമാനിലായിരുന്നു, OPL ഉണ്ടായിരുന്നതാ. ഞാൻ എപ്പോഴും എനിക്ക് പുള്ളിയെ ബഹുമാനമായിരുന്നു. പുള്ളി സൈക്കിളിൽ ഇങ്ങനെ വരുമ്പം നമ്മളെങ്ങാനും റോഡ് വന്ന ഒരു കൈക്ക് പിടി അല്ലേലുയ എന്ന് പറയും. ഓർക്കാപ്പുറത്തുള്ളവനാണ്, അവൻ താഴെ കിടക്കും. ഭയങ്കര ശബ്ദത്തിലാ. ഇതൊക്കെ അഭിനന്ദനീയമായ കാര്യമാണ്. നീ ഹോളിനകത്ത് കയറിയിട്ടൊരു സ്തോത്രം ഉറക്കെ പറയുമോ? ഹോളിന് മിറ്റത്തിറങ്ങി നീ അലറും. സ്തോത്രം എൻ്റെ മാതൃകയോടായിരിക്കണം. ഞാനും നിങ്ങളുമല്ല, ഭക്തി. അപ്പൊ ഹൈന്ദവ സ്നേഹിതന്മാർ കെട്ടുമുറുക്കി പോകുമ്പോൾ അവർക്ക് ലജ്ജയൊന്നുമില്ല. ഒരാൾ ശരണം വിളിക്കുമ്പോൾ അടുത്ത ആൾക്കാർ വിളിക്കുക. നമ്മൾ അല്ലേലിയ പറഞ്ഞോണ്ട് നല്ല കാര്യങ്ങൾ പിന്തുടരണം, മാതൃക. അപ്പൊ ഭക്തിയുള്ള പുരുഷന്മാരും യവനമാര് കുറേയേറെ പേര്. മാന്യ സ്ത്രീകൾ അതും സഭയ്ക്കകത്ത് വേണം. മാന്യ സ്ത്രീകൾ അവര് കുറെ പേര്, ഇവരെല്ലാം കൂടെ കൂടി ഈ തെസ്സലോനിക്ക സഭ തുടങ്ങി. ഈ സഭ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ 1-2 വിശേഷത, ഇവർ ആരംഭകാലത്ത് വളരെ തീക്ഷ്ണതയോടെ വിശ്വാസത്തിന്റെ മികവും തികവുമുള്ള വിശ്വാസികളായിരുന്നു തെസ്സലോനിക്ക വിശ്വാസികൾ. പൗലോസ് അതിനുശേഷമായിട്ട് ഇവർ വിശ്വാസത്തിൽ വന്ന് 3 ശബത്തിൽ അവിടെ ശുശ്രൂഷിച്ചു. പിന്നെ പൗലോസ് അവിടുന്ന് പോയി. പിന്നെ അങ്ങോട്ട് പോകാൻ പൗലോസ് ആഗ്രഹിച്ചു 1-2 വട്ടം. പക്ഷേ സാത്താൻ തടഞ്ഞു. നിങ്ങൾ ആ 2-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചേ. ഏറ്റവും അധികം ശ്രമിച്ചു, മുഖം കാണുവാൻ ശ്രമിച്ചു. അടുത്തത്
അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസിനെ സാത്താൻ തടുത്തെന്ന് പിന്നെ നിന്നെ വിടുവോ? പൗലോസിനെ തടുത്തതേ ഉള്ളൂ, നിന്നെ പ്യായി കൊണ്ട് കിടക്കുക. തെസ്സലോനിക്കൽ വിശ്വാസികളിൽ കൃപയിൽ വന്നു. അതിനുശേഷം പൗലോസ് തെസ്സലോനിക്കയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് അറിയാൻ, ഇവരുടെ മുഖം ഒന്ന് കാണാൻ 2 വട്ടം ആഗ്രഹിച്ചു. പക്ഷെ സാത്താൻ തടഞ്ഞു. ചില യാത്രയൊക്കെ സാത്താൻ തടയും, പ്രാർത്ഥിച്ചതിൻ്റെ മേൽ ജയമെടുക്കണം. ചില വഴികൾ സാത്താൻ തടയും, പ്രാർത്ഥിച്ചതിൻ്റെ മേൽ നീക്കുപോക്കുണ്ടാക്കണം. സ്തോത്രം. അതിന് പ്രാർത്ഥിക്കാൻ വെളിയിൽ നിന്ന് ആരെ ഇറക്കുവൊന്നും വേണ്ട, നീ പോരാടി പ്രാർത്ഥിക്കണം. ഇത് മറ്റേ പുള്ളി വരുമോ, അതെന്തിനാ ചൊല്ലി അഴിക്കാൻ, അതെന്തിനെ പുള്ളിയെ നമുക്ക് കിട്ടുമോ? പുള്ളിയെ കിട്ടുമോ എന്നുള്ളത് ഇപ്പം വലിയ വിഷയമാണ്. പുള്ളി ഇങ്ങനെ ഒത്തിരി സ്ഥലത്ത് ചൊല്ലാൻ പോകുന്നത് കൊണ്ട് നീ ഇതിലേയും പാഞ്ഞു കിടക്കാതെ, ബന്ധനം അടിക്കുന്ന അമ്മാമ്മയും കെട്ടടിക്കുന്ന അച്ചായനെയും കെട്ട് പൊട്ടിക്കുന്ന ആളിനെയും തപ്പി നടക്കാതെ നീ ചെയ്യേണ്ട കാര്യം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മുറിക്കകത്ത് പായിടണം. ഭർത്താവ് ചിലപ്പോൾ കണ്ടെന്ന് വരികയല്ല, പിള്ളേരും കണ്ടെന്ന് വരികയില്ല. പിള്ളേർ സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, നിനക്ക് സമയം കണ്ട മൊബൈൽ ആദ്യം സ്വിച്ച് ഓഫ് ആക്കി അങ്ങ് വെക്കണം. ഈ മൊബൈൽ അടുത്ത് ഓൺ ചെയ്ത് വെച്ചോണ്ടിരുന്ന പ്രാർത്ഥന ശരിയാകുകയല്ല. സ്തോത്രം പറയുമ്പോഴായിരിക്കും കോള് വരുന്നത്, എൻ്റെ പ്രാർത്ഥന നടക്കുകയല്ല. അത് മാറ്റി വെക്കണം. എന്നിട്ട് മുഴങ്കാലിലിരിക്കണം. ഇരുന്ന് നീ പ്രാർത്ഥിക്കണം, പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വഴിയെ തടയുന്ന ശത്രുവിനെ ദൈവം മാറ്റും. അതിന് വെളിയിൽ നിന്ന് ആളിനെ ഒന്നും ഇറക്കണ്ട. പാസ് വന്നൊന്ന് ചൊല്ലി അടിക്കണം. അമ്മാമ്മ വന്ന് കെട്ടൊന്ന്, അമ്മാമ്മ കെട്ടിന്റെ കൂടി കിടക്കുക. അമ്മാമ്മയാന്നാ നിന്റെ കെട്ടടിക്കുന്നേ. അമ്മാമ്മയുടെ വീട്ടിൽ മുഴുവൻ ബന്ധനം. എന്നിട്ട് അമ്മാമ്മ ബാഗും തൂക്കി രാവിലെ ഇറങ്ങുക. എവിടെ പോകുന്നു? ഇന്ന് ചില ശുശ്രൂഷകളുണ്ട്. എവിടെ ശുശ്രൂഷ? അമ്മാമ്മയുടെ വീട്ടിലെ പ്രയോജനം ഇതുവരെ തീർന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും പതറരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. പൗലോസ് 2 വട്ടം ചെല്ലാൻ ആഗ്രഹിച്ചു, സാത്താൻ തടഞ്ഞു. അപ്പൊ പൗലോസിന് മനസ്സിലായി ഉടനെ എങ്ങും ഇനി തെസ്സലോനിക്കയിലോട്ടുള്ള യാത്ര ചിലപ്പോൾ ഉടനെ സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് ഈ മാന്യ സ്ത്രീകളും യവനായരിൽ ഭക്തിയുള്ള അനേക യവനന്മാരും യഹൂദന്മാര് കുറച്ചു പേരുമൊക്കെ വിശ്വാസത്തിൽ വന്നല്ലോ. അവരിപ്പോഴും പഴയ വിശ്വാസത്തിലാണോ, അവരിപ്പോഴും കൃപയിലാണോ, അവരിപ്പോഴും ആ തീക്ഷ്ണതയിലുണ്ടോ എന്നറിയാൻ വേണ്ടിയായി പോകാൻ ആഗ്രഹിച്ച, പക്ഷെ സാത്താൻ തടഞ്ഞു. അപ്പൊ പൗലോസിന്റെ കാര്യം ബോധ്യം വന്നു, സാത്താൻ തടഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്ക് യാത്ര ഉടനെ നടക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് ഒരു സഹോദരനെ പറഞ്ഞ് തെസ്സലോനിക്കയിലേക്ക് വിട്ടു. ആ സഹോദരനോട് പറഞ്ഞു, പിന്നെ ബ്രദർ തെസ്സലോനിക്ക വരെ ഒന്ന് പോകണം. അതെന്താ പറയാം. ഞാൻ പണ്ട് തെസ്സലോനിക്ക ചെന്നിട്ട് 3 ശബത്തിൽ വചനം പ്രസംഗിച്ച് അവിടെ കുറെ ആൾക്കാർ രക്ഷയുടെ മാർഗത്തിൽ വന്ന് വിശ്വാസത്തിൽ തീക്ഷ്ണതയോടെ നിന്നു. അവരെല്ലാവരും ഇപ്പോൾ വിശ്വാസത്തിലാണോ? ആ വിശ്വാസം അവർക്കുണ്ടോ? അവർ തീക്ഷ്ണതയോടെ നിൽക്കുന്നോ എന്ന് ബ്രദർ അത്തറ്റം പോയി വിവരങ്ങൾ അറിഞ്ഞ് വസ്തുത അറിഞ്ഞേച്ച് തിരിച്ചു വരണം. അതിന് പൗലോസ് ഒരു സഹോദരനെ വിളിച്ചു, അങ്ങോട്ട് വിട്ടത് വേറെ ആരെയല്ല, തിമത്തിയോസിനെയാ വിട്ടത്. നിങ്ങൾ ആ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ, 3:5. ഇതു നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ വായിച്ചോ. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുതയെ അറിയേണ്ടതിന് ആളയച്ചു. ശ്രദ്ധിച്ചേ, ഇവർ ആ പഴയ വിശ്വാസത്തിലാണോ ഇപ്പോഴും ഇരിക്കുന്നത്? ആ പഴയ തീഷ്ണത ഇവർക്കുണ്ടോ? ആ പഴയ പ്രത്യാശ ഇവർക്കുണ്ടോ? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? അതറിയാൻ വേണ്ടി പൗലോസ് അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ തടഞ്ഞു 2 വട്ടം. അപ്പൊ പൗലോസ് ഒരു സഹോദരനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ബ്രദർ തെസ്സലോനിക്ക വരെ ചെന്ന് അവരുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിഞ്ഞു വരാൻ പറഞ്ഞു. അതിനാ ഒരാളെ
അയച്ചു. അയച്ചത് മറ്റാരുമല്ല, തിമത്തിയോസിനെയാ. നിങ്ങളാണ്ട 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിനെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്തിയോസിനെ പൗലോസ് അങ്ങോട്ട് അയച്ചു. അപ്പൊ തിമത്തിയോസിനെയാണ് അവരുടെ അടുക്കലേക്ക് പൗലോസ് അയച്ചത്. സ്തോത്രം. ഇവിടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയുവാൻ വേണ്ടി. സ്തോത്രം. അതിന്റെ 6-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചോ. ഇപ്പോഴോ തീമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഇവരുടെ വിശ്വാസം, പ്രത്യാശ, പ്രതിഷ്ഠ, സമർപ്പണം, തീഷ്ണത ഇപ്പോഴും ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ പൗലോസ് തിമത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. തിമത്തിയോസിനോട് പറഞ്ഞു, തെസ്സലോനിക്കയിൽ ചെന്ന് വസ്തുത അറിഞ്ഞ് കൃത്യം കാര്യം എന്ന് പറയണം. എന്തിനാ തിമത്തിയോസിനെ അയച്ചത്? അവൻ വിശ്വസ്തന. അതിന് ദേമാസിനെ അയക്കാഞ്ഞ് അവൻ ലോകസ്നേഹിയ. അവനൊരു പോറും സോപ്പും ഒരു പോറും സ്പ്രേയും ഒരു പൗഡർ ടിന്നും കൊടുക്കും, അവൻ നേരെ തിരിയും. 10 രൂപയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവൻ തിരിയും. ദേമാസ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് പോയെന്ന. സ്തോത്രം. അവൻ ലോകസ്നേഹിയ. അലക്സാണ്ടറിനെ എന്നാ വിടാഞ്ഞേ? അവൻ ചെമ്പുമണിക്കാന, ഒരു മായവും ഇല്ല. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരം തലക്കടിച്ച് തകർക്കും. മയമുള്ളവനല്ല. സ്തോത്രം. അപ്പൊ ഇവര് ആരെയും വിടാതെ പൗലോസ് തിമത്തിയോസിനെ വിടാൻ കാര്യം, തിമത്തിയോസ് വിശ്വസ്തനാ. അവൻ വിശ്വസ്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ദൈവത്തിന് ആവശ്യം വിശ്വസ്തതയാ, മിടുക്കന്മാരെ അല്ല. നമ്മൾ ഓർക്കുന്ന മിടുക്കന്മാരെ ദൈവത്തിന് വേണ്ട. ദൈവം മിടുക്കനാ. അതുകൊണ്ട് മിടുക്കന്മാരെ വേണ്ട, വിശ്വസ്തരെ മതി. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിന്റെ കൂട്ടായ്മയോടും സഭയോടും ദൈവമക്കളോടും വിശ്വസ്തതയോടെ നിൽക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. മിടുക്കന്മാരെ വേണ്ട. ദൈവത്തെ പോലെ മിടുക്കന്മാരാരുമില്ലല്ലോ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ മുഴുവനും ഉണ്ടാക്കി, ആ മിടുക്കാർക്കും ഇല്ലല്ലോ. ദൈവത്തിന് വിശ്വസ്തന്മാരെയാ. വിശ്വാസം